ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മുംബൈ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേയിലാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ചോദിച്ച് പോവാം. ഇപ്പോൾ ഉള്ളത് ന്യൂ നേവി നഗറിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് താമസിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെയാണ് നിൽക്കുന്നത്. കൊളാബയിലാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെ മുംബൈയിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം ഈ ഏരിയ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഫുള്ള് നോക്കാം. അങ്ങനെ അവിടെ നിന്ന് നേരെ ക്യാബ് വിളിച്ച് നമ്മൾ വിക്ടോറിയ ടെർമിനലിൽ വന്നു. ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ ബസ് സ്റ്റാൻഡും എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കാണുന്നതാണ് CST റെയിൽവേ സ്റ്റേഷൻ. ഈ ബിൽഡിങ് കണ്ട ആരെങ്കിലും പറയും ഇതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന്. നല്ല രസകരമായിട്ടുള്ള ഒരു ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിലും നല്ല ഭംഗിയായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഉള്ളിലെ വീഡിയോസ് മിസ്സായിപ്പോയി. അത് കാരണം ഉള്ളിൽ കാഴ്ചകൾ കാണാൻ പറ്റില്ല. വിക്ടോറിയ ടെർമിനലിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കൂടുതലും ഞങ്ങൾ എല്ലാ യാത്രകളും ചെയ്തത് ക്യാബ് വഴി തന്നെയാണ്. ബസ്സും അതുപോലെ ട്രെയിനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ടൈം വളരെ കുറവായിരുന്നത് കൊണ്ട് കൂടുതലും ക്യാബ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് ഈ മുംബൈ ട്രിപ്പിൽ. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. എല്ലാം അടുത്തടുത്തുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് ട്രാവൽ ചെയ്ത് ഒരുപാട് സമയം പോവേണ്ടി വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ എത്തുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ പോയതെല്ലാം. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയോട് ചേർന്ന് തന്നെ ഒരു താജ് ഹോട്ടലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മുംബൈയിലെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാൻ ബാക്കിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഹരിഹർ ഫോർട്ട് കൂടെ പോകണം എന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം ഞങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും വന്ന് കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.